ഓക്കെ മക്കളെ, ഇനി നമുക്ക് 26ാമത്തെ ക്വസ്റ്റ്യന്റെ ഡിസ്കഷനിലേക്ക് കിടക്കാം. ഇവിടെ 26ാമത്തെ ക്വസ്റ്റ്യൻ ആക്ച്വലി എഗെയിൻ കോണിക് സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ 4ാമത്തെ കോണിക് സെക്ഷൻ, ഐ മീൻ ഈ ഒരു സെക്ഷനിൽ ഈ ഒരു ഫേസിൽ 4ാമത്തെ കോണിക് സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ പറയുന്ന കാര്യം എന്താ? ലെറ്റ് L ഈക്വൽ √2x പ്ലസ് y ഈക്വൽ ടു ആൽഫ. L എന്താ? L എന്ന് പറഞ്ഞാല് √2x plus y equal to alpha passes through the point of intersection P. ഈ ഒരു ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്? P എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആ പിന്റെ പ്രത്യേകം എന്താ? ദാറ്റ് P is the point of intersection of the circle x² plus y² equal to 3, x² equal to 2y. അതായത് ഒരു സർക്കിൾ ഉണ്ട്, x² plus y² equal to 3 അല്ലെ. ദെൻ ഒരു പാരാബോൾ ഉണ്ട്, എന്താണ്? ദെൻ x² equal to 2y അല്ലെ. ആ ഇന്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ലൈനാണെന്ത്? √2x പ്ലസ് y ഈക്വൽ ആൽഫ എന്നാ പറഞ്ഞത്. ഓക്കെ, സോ ഇവിടെ അറിയുന്ന കാര്യം എന്താ? ഈ ഒരു സർക്കിളും ഈ ഒരു പാരാബോളയും കൂട്ടിമുട്ടുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനാണെന്ത്? ഇത് അല്ലെ. എടാ അപ്പൊ അവിടെ ആൽഫ കണ്ടൂടെ? എങ്ങനെ ആൽഫ കാണാ? ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്താൽ ആ പോയിന്റുകൾ കിട്ടൂലേ? അല്ല, ആ പോയിന്റ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണ്ടേ? കൊടുത്താൽ പോരെ, ആരെ കിട്ടും? ആൽഫ കിട്ടും. ഞാൻ ആദ്യം തന്നെ അത് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താ? എക്സ് ക്വസ്റ്റ്യൻ മുഴുവൻ വായിച്ചില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ എന്തെങ്കിലും അത് ചെയ്തിട്ട് ആൽഫ കണ്ടുപിടിക്കും എന്തായാലും. അപ്പൊ എന്താ? x² പ്ലസ് y² ഈക്വൽ ആരാണ്? 3 ആണ് അല്ലെ. പിന്നെ ആരാ? x² ഈക്വൽ ടു ആരാ? 2y ആണ്. ഈ രണ്ട് കർവും കൂട്ടിമുട്ടുന്ന പോയിന്റിലൂടെയാണ് ഈ ലൈൻ പാസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം, ഒരു സർക്കിളും ഒരു പാരാബോളയും 2 പോയിന്റിൽ കൂട്ടിമുട്ടിയാൽ ആ 2 പോയിന്റിലൂടെ പാസ് ചെയ്യുന്നില്ല. ഓക്കെ, ഒരു പോയിന്റ് ഉള്ളൂ. ആ പോയിന്റ് ഏതാണോ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഉള്ളത് ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്ക് എന്തായാലും. അപ്പൊ x², ഈ x² പകരം 2y ഇവിടെ കൊടുത്തൂടെ? അപ്പൊ എന്തായി മാറും? x² 2y അല്ലേ. 2y പ്ലസ് y² ഈക്വൽ 3 ആയില്ലേ. ഈ 3 ഇങ്ങോട്ട് വന്നാലോ എന്തായി? y² പ്ലസ് 2y മൈനസ് 3 ഈക്വൽ 0 അല്ലടാ. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ. ഇതാരാ ശരിക്ക്? നമുക്കറിയാം, അതെന്ന് പറഞ്ഞാല് y പ്ലസ് 3 ഇൻറ്റു y മൈനസ് 1 ഈക്വൽ 0 അല്ലേ. അല്ലെ, അങ്ങനെയെങ്കിൽ y എന്താവാടാ? y പ്ലസ് 3 0 അപ്പൊ y എന്താവാം? -3 ആവാം. y മൈനസ് 1 0 അപ്പൊ y എന്താവാം? 1 ആവാം അല്ലെ. ഇതിൽ ഏത് വൈയാ നമുക്ക് എടുക്കാൻ പറ്റുക? ഈ y -3 എന്ന y എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റൂല. എന്തുകൊണ്ടാ? ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആകുമ്പോ y നെഗറ്റീവ് ആവോ? നെഗറ്റീവ് ആവൂല. അപ്പൊ ഇയാളെ ഞാൻ എന്ത് ചെയ്തു? റിജക്ട് ചെയ്തു. അപ്പൊ y ആരാണ്? 1 ആണ്. എടാ y 1 ആയാൽ ആ y ഇവിടെ കൊടുത്ത x ഇട്ടൂലേ. അപ്പൊ എന്താ? x² 2y അല്ലേ. ആ y 1 കൊടുത്ത x² എന്താ? 2 അല്ലേ. അപ്പൊ x ആരാ? പ്ലസ് ഓർ മൈനസ് √2 ആണ്. അതിൽ ആ ഏത് x എടുക്കും? -√2 എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റൂല. കാരണം എന്താ? -√2 ആയാൽ അത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആവൂല അല്ലെ. അപ്പൊ x എന്താണ്? +√2. അപ്പൊ എന്ത് കിട്ടിയടാ? ഈ x √2 ആണ്, y എന്താണ്? 1 ആണ്. ഇതാണെന്ത്? പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആയിട്ടുള്ള P. അപ്പൊ P എന്ത് കിട്ടി? √2 1. ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും. ഒന്നുമില്ല, 2 കർവ് സോൾവ് ചെയ്തു. ആ 2 കർവും കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് P. ആ 2 കർവും സോൾവ് ചെയ്ത് ആര് കിട്ടി? P കിട്ടി. P ആരാ? √1. പിന്നെ കുറച്ച് പേര് റിജക്ട് ചെയ്തു. എന്തുകൊണ്ടാണ് റിജക്ട് ചെയ്ത്? ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അപ്പൊ എക്സും വൈയും നെഗറ്റീവ് ആവുന്ന ആളെ എനിക്ക് വേണ്ട. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി എന്താ? എടാ ഈ പോയിന്റ് അല്ലെങ്കിൽ ഈ പോയിന്റിലൂടെയാണ് ഈ ലൈൻ പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ. അതിന്റെ അർത്ഥം എന്താ? ഈ പോയിന്റ് ഈ ലൈനിന്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണ്ടേ? സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ എന്തായി? √2x പ്ലസ് y ഈക്വൽ ടു ആൽഫ. എക്സ് ആരാ? √2 അല്ലേ. അപ്പൊ എന്താവും? √2 ഇൻറ്റു √2 പ്ലസ് y ആരാ? 1 അല്ലേ. ഈക്വൽ ടു ആൽഫ. അപ്പൊ ആൽഫ ആരാ? √2 ഇൻറ്റു √2 2 അല്ലേ. 2 പ്ലസ് 1 എന്താ? 3 ആണ്. സോ ആൽഫ ഈക്വൽ ടു 3 എന്ന് കിട്ടി. അത് കൊടുത്താൽ ലൈൻ ആരാ? √2x പ്ലസ് y ഈക്വൽ ടു ആൽഫ അല്ലേ. ആൽഫ ആരാ? 3 ആണ്. ഇതാണ് ലൈൻ കിട്ടി. ഓക്കെ, ഇപ്പൊ വായിച്ച ഇൻഫോർമേഷൻസ് ഉപയോഗിച്ച് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കിട്ടിയത്. ഇനി അടുത്ത കാര്യം നോക്കാം. അടുത്ത കാര്യം എന്താ? യെസ്, ലെറ്റ് ദ ലൈൻ L ടച്ചസ് 2 സർക്കിൾ C1 ആൻഡ് C2. എടാ ഈ ലൈനെ 2 സർക്കിൾ ടച്ച് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ സർക്കിൾ? C1 ആൻഡ് C2 ഓഫ് ഈക്വൽ റേഡിയസ്. ഓക്കെ, നമ്മൾ ഈ L എന്ന ലൈന് 2 സർക്കിൾ ടച്ച് ചെയ്ത് പോകുന്നുണ്ട് ഓഫ് ഈക്വൽ റേഡിയസ് 2√3. If centers Q1 and Q2 of the circle C1 C2 lie on the y-axis,
ദെൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പിന്നെ കാണേണ്ടത് ഏരിയ കാണേണ്ടതൊക്കെ ഞാൻ വഴിയെ വരാം. ഇപ്പൊ പറഞ്ഞ ഇൻഫോർമേഷൻ എന്താ, വൈ ആക്സിസിൽ ഞാൻ ഇങ്ങനെ വൈ ആക്സിൽ വെച്ചിട്ടോ, ഇവിടെ എക്സ് ആക്സ് ഉണ്ട്, ഓഫ് കോഴ്സ് എക്സ് ആക്സ് ഉണ്ട്. ആ എക്സ് ആക്സ് ഞാൻ വരക്കുന്നില്ല, എന്തായാലും ഉണ്ട്, എക്സ് ആക്സ് ഉണ്ട്. ഓക്കെ, സോ വൈ ആക്സ് ഉണ്ട്. ദെൻ പിന്നെ പറഞ്ഞു വരുന്നതാ, ഈ വൈ ആക്സിലാണ് C1ന്റെയും C2ന്റെയും സെന്റർ അല്ലെ. ദ സെന്റേഴ്സ് ഓഫ് Q1 ആൻഡ് Q2 ഈസ് ഓഫ് ദ സർക്കിൾ C1 C2 ലൈസ് ഓൺ ദ വൈ ആക്സ് അല്ലെ. വൈ ആക്സിലാണ് C1ന്റെയും C2ന്റെയും സെന്റർ. അപ്പൊ ഇത് ഒരാളുടെ സെന്റർ, C1ന്റെ സെന്റർ, ഇത് C2ന്റെ സെന്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോ ഇയാളെ ഒരു K1, 0 ആണെങ്കിൽ, സോറി 0, K1, എന്തുകൊണ്ടാ, അത് വൈ ആക്സിലാകുമ്പോൾ എക്സ് 0 ആവണ്ടേ. 0, K1 ആണെങ്കിൽ 0, K2 അല്ലേ. ഇത് സർക്കിളാണ്, ഇതും സർക്കിളാണ്. ആ സർക്കിളിലെ റേഡിയസ് എന്താന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് എന്ന് പറഞ്ഞാൽ 2√2 അല്ലേ, 2√3 ആണ്. റേഡിയസ് എന്താ, 2√3 അല്ലെ. രണ്ട് സർക്കിൾസ് ഉണ്ട്, C1 C2, രണ്ടിന്റെ റേഡിയസ് 2√3 ആണ്. ഓക്കെ, രണ്ടിന്റെയും സെന്റർ എന്താണ്, വൈ ആക്സിലാണ്. അപ്പൊ ഒന്ന് 0, K1 ആയി, മറ്റെന്താ 0, K2. പിന്നെ പറഞ്ഞു വരുന്നതാ, ഈ രണ്ട് ലൈനെയും ഈ രണ്ട് സർക്കിളിനെയും ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ ലൈനായ എല് പാസ് ചെയ്യുന്നത് അല്ലെ. സോ എൽ ആരാ, √2x + y = 3 ആണ്. ഇതാണ് നമ്മുടെ എല്. സോ നമുക്ക് കാണേണ്ട, നമുക്ക് ഇനി കാണേണ്ടത് ഇതാ, ഈ പോയിന്റുകൾ കാണണം. ആ പോയിന്റുകൾ കാണേണ്ടത് നമ്മൾ ആവശ്യം, കാരണം അത് ഉൾപ്പെടുന്ന ട്രയാങ്കിളിന്റെ ഏരിയ കാണണം നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ ആരെ കാണണം, K1 കാണണം, K2 കാണണം. എങ്ങനെ കാണാം, എടാ നമുക്കറിയാം ഇതൊരു ടാൻജന്റ് അല്ലേ. ആ ടാൻജന്റ് ഈ പോയിന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ R അല്ലാവുക അല്ലെ. നമുക്കറിയാം ഇതെന്ന് പറഞ്ഞ ടാൻജന്റ് ആണ്. ആ ടാൻജന്റ് ആരാ, √2x +, ഞാൻ ഇവിടെ വേറൊരു ഫിഗർ വരക്കാം. ആ ടാൻജന്റ് സ്ട്രൈറ്റ് ആയിട്ട് വരക്കട്ടോ. ടാൻജന്റ് ആരാ, √2x + y then -3 = 3 y - 3 = 0 അല്ലെ. ആ സർക്കിളിന്റെ സെന്റർ ആരാ, 0, K1 അല്ലേ. നമുക്കറിയാം ഇങ്ങനെയുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റേഡിയസ് ആവൂലേ. ആ റേഡിയസ് ആരാ, 2√3 അല്ലേ. എടാ ഈ ഡിസ്റ്റൻസ് എങ്ങനെയാണ്, ലൈനും പോയിന്റും നമ്മുടെ ഡിസ്റ്റൻസ് എന്താ, ax1 + by1 + c / √x² + b² അല്ലേ. അപ്പൊ എന്ത് വരും, √2ax1, √2 × x ആരാ 0 + y ആരാ K1 -3 / √a² + b², √2ന്റെ സ്ക്വയർ എന്താ 2 + y ന്റെ സ്ക്വയർ എന്താ 1. ഇയാളുടെ മോളസ് അല്ലേ, ഇതെന്താ 2√3 അല്ലെ. അപ്പൊ എന്താ മാറി, ഇത് 0 ആണ്. K1 - 3 = എടാ ഇയാൾ √3 അല്ലേ, ആ √3നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ 2√3 × √3 2 × 3 അല്ലേ, എന്തുവരും 6 വരും. എടാ മോളസിനെ എങ്ങനെ ഒഴിവാക്കാം, മോളസിനെ ഒഴിവാക്കുമ്പോൾ K1 - 3 എന്താ, +or - 6 അല്ലേ വരിക അല്ലെ. അപ്പൊ K1 എന്താ, +or - 6 + 3 അല്ലേ. അപ്പൊ K1 എന്താ വരിക, 6 + 3 9 -6 + 3 -3. രണ്ട് വാല്യൂ കിട്ടിയാൽ ഒന്ന് K1 മറ്റെന്തായിരിക്കും, K2 ആയിരിക്കും. കാരണം സെയിം ഇക്വേഷൻസ് ആ രണ്ടിലും വരിക. അപ്പൊ ഒന്ന് K1 ആണ്, K1 എന്താണ് 9 ആണ്. അപ്പൊ K2 എന്താ വരിക, -3 വരിക അല്ലെ. അപ്പൊ ഈ പോയിന്റ് എന്ത് കിട്ടി, ഒന്ന് 0, 9 മറ്റേ 0, -3 ആണ് അല്ലെ. സോ അവരാണെന്ത്, ഈ സർക്കിളിലെ സെന്റർ C1 ആണ്, സോറി Q1 ആണ് അല്ലെ. ഈ സർക്കിളിലെ സെന്റർ Q1 ആണ്, ഈ സർക്കിളിലെ സെന്റർ എന്താ Q2 അല്ലെ. അങ്ങനെ ക്വസ്റ്റ്യൻ എന്താടാ, PQ1 Q2 എന്ന ആ ഒരു ട്രയാങ്കിൾ ഏരിയ PQ1 Q2. P അറിയാലോ, P എന്താ, P ഓൾറെഡി നമുക്ക് കിട്ടിയില്ലേ, √1 അല്ലേ അല്ലെ. Q ആരാ, Q1 അറിയാലോ, Q2 അറിയാലോ. ആ ട്രയാങ്കിൾ ഏരിയ കാണാൻ ഒന്നെങ്കിൽ മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്യാം. ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഇവിടെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഇത് വൈ ആക്സ് അല്ലേ അല്ലെ. ആ വൈ ആക്സിലെ രണ്ട് പോയിന്റ് അല്ലേ Q1 Q2. ആരാ Q1 0, 9 അല്ലേ. ആരാ Q2 0, -3 അല്ലേ. ദെൻ അടുത്ത ആരാ, P ആരാ √2, 1 അല്ലേ. എടാ എങ്ങനെ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാണാം, എടാ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ബേസിക് ഇക്വേഷനെ ഹാഫ് × ബേസ് × ഹൈറ്റാ. അത് ഹാഫും ബേസും ഹൈറ്റും അറിഞ്ഞില്ലെങ്കിൽ മാത്രമേ വേറെ മെത്തേഡിലേക്ക് പോകാൻ പറ്റുള്ളൂ, പോകേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ബേസ് അറിയാലോ, ഇത് ബേസ് ആക്കി എടുത്ത ആ ലെങ്ത് എന്താ, -3 മുതൽ 9 വരെ എന്ന് പറഞ്ഞാൽ 12 അല്ലേ ലെങ്ത് വരിക അല്ലെ. ദെൻ ഇത് ഹൈറ്റ് അല്ലേ, ഇത് √2 ആകുമ്പോൾ ഈ ഹൈറ്റ് √2 അല്ലേ വരിക അല്ലെ. ആ ട്രയാങ്കിൾ ഏരിയ എന്താ വരിക, ഹാഫ് × ബേസ് × ഹൈറ്റ് അല്ലേ വരിക
അല്ലെ. സോ ആൻസർ എന്ത് വരിക? 6√2 വരും അല്ലെ. ഏരിയ 6√2 പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന്റെ സ്ക്വയർ അല്ലേ. ഏരിയ ആരാ? 6√2. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സ്ക്വയർ ഓഫ് ഏരിയ ആണ്. സ്ക്വയർ ഓഫ് ഏരിയ എന്ന് പറഞ്ഞാൽ 6√2ന്റെ സ്ക്വയർ അല്ലേ വരിക. അപ്പൊ എന്താ വരിക? 6ന്റെ സ്ക്വയർ ഇൻറ്റു √2ന്റെ സ്ക്വയർ. അപ്പൊ 36 × 2 ആൻസർ എന്താ വരിക? 72 ആ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരുപാട് കൺസെപ്റ്റുകൾ ഇതിലും വന്നിട്ടുണ്ട്. പക്ഷെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ.